വലിയൊരു ശതമാനം കൗമാരക്കാരിലും കണ്ടുവരുന്ന ഒരു അഡിക്ഷനാണ് പോൺ അഡിക്ഷനും അതുപോലെ സ്വയംഭോഗവും. വിവാഹം കഴിഞ്ഞിട്ടു കൂടെ ഒരു ഭാര്യ ഉണ്ടായിരിക്കെ നിങ്ങൾ പോൺ അഡിക്ഷൻ അതുപോലെ സ്വയംഭോഗം നിങ്ങൾ അലട്ടുന്നുണ്ടോ? വിവാഹശേഷം ഇത്തരം അഡിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഗൗരവമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ വിവാഹ ജീവിതം തകരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ശാരീരികമായ ഇച്ഛകളെ തടഞ്ഞു നിർത്താൻ ആത്മീയമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാൻ പറയാം. നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ഇത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. ആ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. ദേഹേച്ഛകളിൽ നിന്ന്, സ്വന്തം ശരീരത്തിന്റെ മ്ലേച്ഛമായ താല്പര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ, നമ്മുടെ നഫ്സിനെ, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആത്മീയ പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിയാണോ? ഫോൺ അഡിക്ഷനിൽ പെട്ടുപോയവർക്ക് ഈ പ്രാർത്ഥന ഏറെ ഗുണകരമാണ്. എന്നാൽ ഈ പ്രാർത്ഥന ചെയ്തിട്ടും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സുകൾ ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ അഡിക്ഷനിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ, മാറണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും വീണ്ടും അതിൽ അഡിക്റ്റായി പോവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഇത് വെറും വാക്കല്ല, 3000-ഓളം ആളുകളെ ഈ അഡിക്ഷനിൽ നിന്നും മാറ്റിയെടുത്തതിന്റെ കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളെയും മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. മാറണമെന്ന ഉറച്ച തീരുമാനത്തോടെ ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ജോയിൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സന്മാർഗത്തിലാക്കട്ടെ.